വഖഫിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. വൺസ് വഖഫ് ഓൾവേസ് വഖഫ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ വഖഫായ പിന്നെ മാറത്തേ ഇല്ലെന്ന് പറയുന്നത്. പക്ഷെ ആണുങ്ങൾ വിചാരിച്ചാൽ വഖഫ് എന്ന് പറയുന്നത് മാറും എന്നും പറയുന്നു. അതായത് ഇരുണ്ട് വെളുക്കുമ്പോഴേക്കും വഖഫ് അല്ലാണ്ടായി മാറും. ഒറ്റ രാത്രിയുണ്ട്. ആണുങ്ങൾ നാട് ഭരിക്കണം. യോഗി ആദിത്യനാഥിനെ പോലെ യു പിയിൽ നിന്ന് നമ്മളൊരു കഥ പറഞ്ഞായിരുന്നു. കഥയല്ലൊരു സംഭവം. അവിടെ സുന്നി സെൻട്രൽ വഖഫ് ബോർഡ് ലക്നൌവിലുള്ള ഉദയപ്രതാപ് കോളേജിന് നോട്ടീസ് കൊടുത്തു അല്ലേ? അതെ. 15 വർഷം മുമ്പ് അവിടുത്തെ ഹിവത് ക്ഷത്രിയ സ്കൂൾ എൻഡോവ്മെൻറ്റ് ട്രസ്റ്റ് തുടങ്ങിയ കോളേജാണ്. അതിൻ്റെ രാജശ്രീ ജൂതിയോ എന്ന് പറയുന്ന ആൾ ക്ഷത്രിയ സമുദായത്തിന് വേണ്ടി 1909 തുടങ്ങിയ കോളേജാണ്. ആ കോളേജിൻ്റെ വിസ്തൃതി നമ്മൾ പറഞ്ഞു 500 ഏക്കർ ഭൂമിയുണ്ട്. 20,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന നഴ്സറി മുതൽ വിവിധ കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനാണ് യു പിയിലെ സുന്നി സെൻട്രൽ വഖഫ് ബോർഡ് നോട്ടീസ് കൊടുത്തു, ഇത് ഞങ്ങളുടെയാണെന്ന്. ഒഴിഞ്ഞോണം. അത് വലിയ കോലാഹലം ഉണ്ടാക്കി. നോക്കണം, 500 ഏക്കർ 20,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന കൂറ്റൻ കെട്ടിട സമുച്ചയങ്ങളൊക്കെ ഉള്ള സാധനം ഇങ്ങോട്ട് കിട്ടിയാൽ വഖഫിന് ലോട്ടറി അടിച്ചു. അപ്പോൾ ഇത് വന്നപ്പോൾ ആദ്യം ഇത് 2 ആഴ്ചയായിട്ട് ഇത് നോട്ടീസ് നിൽക്കുകയാണ്. നോട്ടീസ് വന്ന പാടെ യു പി മുഖ്യമന്ത്രി ആദ്യം ചെയ്തത് ഒരു കാര്യം ചെയ്യും, നീ നോട്ടീസ് കൊടുക്കല്ലേ, നിനക്കൊരു നോട്ടീസ് അങ്ങോട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് യു പിയിലെ മുഴുവൻ വഖഫ് സ്ഥാപനങ്ങളുടെ വഖഫിൻ്റെ പ്രോപ്പർട്ടി അളക്കാൻ വേണ്ടിയിട്ട് നോട്ടീസ് അങ്ങോട്ട് കൊടുത്തു. ഒരു സർവേയർ, ജില്ലാ സർവേയർമാരോട് പറഞ്ഞു കംപ്ലീറ്റ് പോയി അളന്നിട്ട് വന്നിട്ട് ഇവിടെ ബൊമ്മാരുടെ കയ്യിൽ എന്തെങ്കിലും 1 ഇഞ്ച് ഭൂമി കൂടുതലുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞ് യു പി വഖഫ് ബോർഡിന് ഒരു പണി അങ്ങോട്ട് കൊടുത്തു. ആ അളക്കൽ പരിപാടി നടക്കുകയാണ്. അതുകൂടാതെ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. അവിടെ ചോറ്റി മസ്ജിദ് നവാബ് തോക്ക് മസ്രദ് ഹുജറ എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. ഈ പള്ളിയോട് ചേർന്നിട്ടാണ് കോളേജിൻ്റെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ യു പി ഉദയപ്രതാപ് കോളേജിൻ്റെ ക്യാമ്പസ് ഇരിക്കുന്നത്. അത് ഞങ്ങളോട് ചേർന്നിരിക്കുന്നു എന്ന് പറയാൻ ഇവർ ചേർന്നിരിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെയാണെന്നാണ് പറയുന്നത്. കാരണം ഇവിടെ ഒരാളുടെ ഖബറുണ്ട്, ഒരാളുടെ ശ്മശാനം, കുഴിമാടം ഈ കോളേജിൻ്റെ അതിരിനോട് ചേർന്നിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ വഖഫ് നിയമത്തിൽ പുതിയ ഇതുണ്ട്. അതായത് ഒരാളുടെ ഖബർ അവിടെ ഉണ്ടെങ്കിൽ ഖബറിൻ്റെ മതിലിന് അകത്തുള്ള സ്ഥലമല്ല പുറത്തുള്ള സ്ഥലം വഖഫിൻ്റെ ആയി മാറും. ഇത് പറഞ്ഞ പറ്റില്ല. പിന്നെ അങ്ങനെ മതിലിന് അകത്തുള്ളതല്ലേ വരുന്നത്, മതിലിന് പുറത്തുള്ള അങ്ങനെ വരും. അങ്ങനെയാണ് ഒരു ഖബർസ്ഥാൻ ഉണ്ടെങ്കിൽ ഖബർസ്ഥാനോട് ചേർന്ന് മതിലിന് പുറത്തുള്ള സ്ഥലം വഖഫാണ് എന്ന് ഇപ്പോൾ ഉള്ള കോൺഗ്രസ് ഉണ്ടാക്കിയ നിയമത്തിലുണ്ട്. ഇപ്പോഴും നമ്മൾ പറയുന്ന ഇതിൻ്റെ താഴെ വന്നിട്ട് ചില ആശാമാരുടെ പിന്നെ അങ്ങനെ തോന്നിയാൽ എടുക്കാൻ പറ്റുമോ? തോന്നിയാൽ എടുക്കാമെന്ന് നിയമമുണ്ട്. ഇവർ വഖഫ് നിയമം വായിക്കില്ല. എന്നിട്ട് പറയും വഖഫ് ബൈ യൂസ്, വാടകയ്ക്ക് കൊടുത്ത സ്ഥലം വഖഫ് ചെയ്യാൻ പറ്റുമോ? ഉണ്ട്, നിയമത്തിലുണ്ട്. ഇതൊന്നും വായിക്കാതെ ചുമ്മാ തള്ളുമാമന്മാർ വന്നിരിക്കുന്നൊക്കെ പറഞ്ഞ് ചില മുസ്ലിം നാമധാരികൾ വന്ന് കമൻറ്റ് ഇടുന്നുണ്ട്. യുവന്മാരോടൊക്കെ പറയാനുള്ളത് ആദ്യമേ പോയി നിയമം എടുത്തൊന്ന് വായിക്കണം. നിയമത്തിൽ എന്താ അടങ്ങിയിരിക്കുന്നത് മനസ്സിലായി, അല്ലെങ്കിൽ ഇവർക്ക് അറിയാം. അങ്ങനെ അല്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടി മനഃപൂർവ്വം പറയുകയാണ്. നമ്മളിതിൽ നിയമത്തിലെ സെക്ഷൻ വൈസാണ് പറയുന്നത്. വഖഫ് ബൈ യൂസ് ഉണ്ട്, ഒരാൾ മറ്റൊരാളുടെ പ്രോപ്പർട്ടി ഉപയോഗിച്ചാൽ അത് അയാൾക്ക് വഖഫ് ചെയ്യാം, വാടകയ്ക്ക് എടുത്താൽ വഖഫ് ചെയ്തിട്ട് പോവാം. വഖഫ് ബൈ നോൺ മുസ്ലിംസ് ഉണ്ട്, ഹിന്ദു അല്ലെൻ്റെയും ക്രിസ്ത്യാനിക്കും ജൈനനും ബുദ്ധനും ഒക്കെ വഖഫ് ചെയ്യാതാണ് പറയുന്നത്. നമ്മുടെ സ്വത്ത് വേണമെങ്കിൽ നിൻ്റെ അപ്പൂപ്പൻ വഖഫ് ചെയ്താന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോകാം, അതും നിയമത്തിലുണ്ട്. ഇതൊക്കെ നമ്മൾ ചുമ്മാ പറയുന്നതല്ല, ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കണം പ്രിയ സഹോദരന്മാരെ. ഇപ്പോൾ വന്നിട്ട് തള്ളാന്ന് പറയുന്നവർ അതുപോലെ തന്നെയാണ്. ഒരു ഖബറുണ്ടെങ്കിൽ ഖബറിൻ്റെ മതിലിന് പുറത്തുള്ള വസ്തു വഖഫാണ് എന്ന് അവകാശപ്പെടാം എന്ന് പറയുന്ന വ്യവസ്ഥ വെച്ചിട്ടാണ് ഉദയപ്രതാപ് കോളേജിന് ഈ ചോറ്റി മസ്ജിദ് നവാബ് തോക്ക് മസ്രദ് ഹുജറ എന്ന് പറയുന്ന പള്ളിയുടെ വഖഫ് ഭൂമിയാണ് ഈ കോളേജിൽ നിന്ന് ഇവർ അവകാശം ഉന്നയിച്ചത്. അപ്പോൾ ആദ്യത്തെ പണി യോഗി കൊടുത്തു, രണ്ടാമത്തെ പണി യോഗി പറഞ്ഞിട്ടാവണം അവിടുത്തെ പിള്ളേർ കൊടുത്തു. കോളേജിലെ ABVP പിള്ളേർ അങ്ങ് സമരം ചെയ്ത് ചുമ്മാതല്ല. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച പള്ളിയിൽ നമസ്കാരം ഉണ്ടല്ലോ. അതെ, നമസ്കാരത്തിൻ്റെ സമയത്ത് അവിടെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നേണ്ട കഷ്ടിച്ച് 1500 പേരാ. 20,000 പിള്ളേരെ അങ്ങോട്ട് ചെന്നു. കോളേജിലെ സ്റ്റാഫും അധ്യാപകരും ഇവിടെ ചെന്നിട്ട് പള്ളിയിൽ ഇവർ നമസ്കരിക്കുന്ന സമയത്ത് പോലീസ് പോയി പിള്ളേർ വരുന്നു പറഞ്ഞ് വലിയ ബാരിക്കേഡൊക്കെ വെച്ച് പിള്ളേർ ഈ ബാരിക്കേഡൊക്കെ എടുത്ത് ദൂരത്തോട്ട് കളഞ്ഞ് പിള്ളേർ ചെന്ന് പള്ളി അങ്ങോട്ട് വളഞ്ഞിട്ട് അവർ ചുമ്മാ ഇരുന്നില്ല. അവർ നല്ല ഒന്നാന്തരം ആയിട്ട് ഹനുമാൻ ചാലീസ ചൊല്ലി 20,000 വിദ്യാർത്ഥികൾ ഇരുന്നിട്ട് ഹനുമാൻ ചാലീസ ചൊല്ലി ജയ് ശ്രീറാം വിളിച്ചു. പള്ളിക്കകത്ത് നിസ്കരിക്കാനിരുന്ന ആളുകൾ പെട്ടുപോയി. അവസാനം വലിയ സമവായമൊക്കെ ഉണ്ടാക്കി. 20,000 പേരുണ്ടേ.
20,000 കുഞ്ഞു കുട്ടികൾ മുതൽ 20,000 പേർ 20,000 പേർ അവിടെ കുത്തിയിരുന്ന് ഈ പള്ളി വളഞ്ഞ് ഹനുമാൻ ചാലീസ ചൊല്ലി ജയ് ശ്രീറാം വിളിച്ചു. അവസാനം പോലീസൊക്കെ ഇടപെട്ട് ജില്ലാ കളക്ടറൊക്കെ വന്നു. അവസാനം സമവായം ഉണ്ടാക്കി പള്ളിക്കകത്തിരുന്ന ആളെ ഒഴിപ്പിച്ചു കൊണ്ടുപോയി. എന്നിട്ട് അവർ പറഞ്ഞു, കുട്ടികൾ വന്നിട്ട് അവിടെ ആ പള്ളിയുടെ മുറ്റത്ത് കൂടിയ യോഗത്തിൽ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ കോളേജിനകത്തെ ഒരു പുൽക്കൊടി പറിച്ചാൽ ഈ വാരണാസിയിലാണ് സംഭവം, ലക്നൗ, വാരണാസിയിലെ ഒരു പള്ളിയിലും അടുത്ത വെള്ളിയാഴ്ച മുതൽ നിങ്ങളുടെ നിസ്കാരം നടക്കില്ല. വലിയ സുധാരണ പ്രശ്നമായി. ഇതൊന്നും കേരളത്തിലെ പത്രങ്ങളിലൊന്നും വന്നില്ല. ഉടനെ വൺസ് എ വക്കഫ് ഓൾവേസ് വക്കഫ് എന്നല്ലേ പറയുന്നത്. ഇവൻ്റെ സൈറ്റിൽ എഴുതി വെച്ചിരിക്കുന്ന സുവർണ്ണ ലിപികളിൽ വക്കഫ് ബോർഡ് ഉടനെ അടിയന്തരമായി യോഗം ചേർന്നു 3-ാം തീയതി 3/12 ഇന്നിപ്പോൾ 7 3-ാം തീയതി യോഗം ചേർന്നിട്ട് ഒരു ഉത്തരവ് ഇറക്കി. ഉത്തരവ് ഇങ്ങനെയാണ്: 2018 ഡിസംബർ 6-ാം തീയതി ഞങ്ങൾ UP പ്രതാപ് കോളേജിൻ്റെ പ്രോപ്പർട്ടി വക്കഫാണെന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. ഞങ്ങൾ ആ അവകാശവാദത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. ഇനി മുതൽ അത് വക്കഫിൻ്റെ അല്ല എന്ന് പറഞ്ഞ് 3/12 ഈ കഴിഞ്ഞ 3-ാം തീയതി 4 ദിവസം മുമ്പ് UPയിലെ വക്കഫ് ബോർഡ് തീരുമാനിച്ചു, ഉത്തരവിറക്കി. പ്രശ്നം തീർന്നു. വക്കഫിൻ്റെ അല്ല എന്ന് അവർ പറഞ്ഞു, തീരുമാനിച്ചു. അതിന് ഡോക്യുമെൻ്റ് നമ്മൾ കാണിക്കുന്നുണ്ട്. UPയിലെ സുന്നി സെൻട്രൽ വക്കഫ് ബോർഡ്, ലക്നൗവിലെ വക്കഫ് ബോർഡ് ഈ ഭൂമി ഞങ്ങളുടെ അല്ല, ഞങ്ങൾക്ക് അവകാശമില്ല, എനിക്കിത് വേണ്ടായേ എന്ന് തീരുമാനിച്ചു. എന്നിട്ട് ഔദ്യോഗികമായി അത് എഴുതി കൊടുക്കുകയും ചെയ്തു. നോട്ടീസ് പ്രസിദ്ധീകരിച്ചു, പബ്ലിഷ് ചെയ്തു, പത്രങ്ങൾക്ക് ഉൾപ്പെടെ വിതരണം ചെയ്തു, പബ്ലിക് ഡൊമൈനിലുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരെ കാണിക്കുന്നത്. അപ്പോൾ വക്കഫിന് വേണമെങ്കിൽ എടുക്കാൻ വേണ്ടി മാത്രമല്ല തിരിച്ച് കൊടുക്കാനും എനിക്ക് വേണ്ട എന്ന് പറയാനും പറ്റും. പക്ഷെ ആണുങ്ങൾ ചോദിക്കണം, ചോദിക്കേണ്ട പോലെ ചോദിക്കണം. അന്ന് മാത്രമല്ല, ഇതിനകത്ത് പണി ആദ്യം വന്നതാണേ. യോഗി ആദിത്യനാഥ് എന്ത് തീരുമാനിച്ചു? യോഗി തീരുമാനിച്ചു UPയിലെ മുഴുവൻ വക്കഭൂമി അളക്കാൻ പോവാണ്. അളന്നിട്ട് 1 ഇഞ്ച് കൂടുതലുണ്ട് തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞു. കൊള്ളും. വക്കഫിൻ്റെ കയ്യിൽ ഇരിക്കുന്ന പല ഭൂമിയും ഒരു രേഖയുമില്ലാതെ സർക്കാർ രേഖയും ആളുകളുടെ ഭൂമിയും സർക്കാർ ഭൂമിയും ആളുകളുടെ ഭൂമിയും കൈമാറിയിരിക്കുന്ന ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയുണ്ട്. അതൊക്കെ തിരിച്ചു പിടിക്കാൻ പോവുക. അപ്പോൾ അടിയിൽ നിന്ന് തീയിട്ടിട്ട് സർവാംഗം പുകഞ്ഞു. അക്കൂട്ടത്തിൽ പിള്ളേർ വന്നിട്ട് 20,000 പിള്ളേരും സ്റ്റാഫും കൂടെ ചെന്നിട്ട് പള്ളി അങ്ങ് വളഞ്ഞ് ഹനുമാൻ ചാലീസ ചൊല്ലി ജയ് ശ്രീറാം വിളിച്ചു. ഇനി പറഞ്ഞു, ഞങ്ങളുടെ കോളേജിൻ്റെ ഒരു പുല്ല് പറിച്ച വക്കഫ് ബോർഡല്ല, അതിനപ്പുറത്തെ ബോർഡ് വന്നാലും UPയിൽ വാരണാസിയിൽ ഒരൊറ്റ മുസ്ലിം പള്ളിയല്ല, ഒരൊറ്റ മസ്ജിദ് ഇനി മുതൽ വെള്ളിയാഴ്ച നിസ്കാരത്തിന് പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തീരുമാനമുണ്ടായി. പറയേണ്ട പോലെ പറഞ്ഞാൽ വക്കഫ് കണ്ടടച്ച് തുറക്കും മുമ്പ് വക്കഫ് അല്ലാണ്ടാവും. എനിക്കിത് പറയാനുള്ളത് പ്രത്യേകിച്ച് മുനമ്പത്തുകാരോടാണ്. കാണണം. കാരണം ഈ വാർത്ത എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ പറയാമെന്നറിയോ? ഇതൊരു വഴിയാണല്ലോ എന്ന് മുനമ്പക്കാർക്ക് തോന്നിയാലോ? ഒരു ഓപ്ഷൻ കൊടുക്കരുത് അല്ലേ? ഓപ്ഷൻ കൊടുക്കരുത് ആയിരിക്കാം. പക്ഷെ അങ്ങനെയാണ്. നിങ്ങളിവിടെ കുത്തിയിരുന്ന് 55-56 ദിവസമൊക്കെ ആയി അല്ലേ സമരം ചെയ്തിട്ട് പ്രതിപക്ഷ നേതാവ് വന്നിട്ട് നിങ്ങളെ പച്ചയ്ക്ക് പറ്റിച്ചിട്ട് പോയി, കള്ളം പറഞ്ഞു, വക്കഫ് എന്നുള്ള വാക്ക് പോലും പറഞ്ഞു. നിങ്ങൾ അവിടുത്തെ ജനങ്ങൾ ചിലർ ചോദിച്ചു, ഇത് വക്കഫ് നിയമം കാരണമല്ലേ ഞങ്ങൾക്ക് ഈ ദുസ്ഥിതി വന്നത്? അതേക്കുറിച്ച് മിണ്ടൂല. ഒരു മത്സ്യത്തൊഴിലാളി അദ്ദേഹത്തോട് ഇങ്ങനെ പറയുമ്പോൾ ഇതിങ്ങനെ കൈ നീട്ടി നിൽക്കുന്നുണ്ട്. ഹൈബി ഈഡനോട് ചോദിച്ചപ്പോൾ ഹൈബി ഈഡൻ പറഞ്ഞു, ചോദിച്ച ആളെ മനസ്സിലായെന്ന് എന്ന് പറഞ്ഞാൽ അയാൾ BJP കാരനെന്നായിരിക്കും പറഞ്ഞു ചോദിച്ച ആളെ. അല്ലെ, ഉത്തരവില്ല. ഹൈബിക്കറിയാം അവിടുന്ന് ഒരാളെ ഒഴിപ്പിക്കാൻ പോകുന്നില്ലെന്നറിയാം. നമ്മുടെ പാലത്തറടി താമസിക്കുന്നവരെ അങ്ങനെ ഒഴിപ്പിക്കാറില്ല. അവിടെ കിടന്നോട്ടം നോക്കുന്ന പോലെ അവിടെ കിടന്നോട്ടം നോക്കും. പക്ഷേ ഭൂമിക്ക് അവകാശമില്ല. ഇപ്പോഴും മുനമ്പത്തെ ഭൂമിക്ക് അവിടുത്തെ ജനങ്ങൾക്ക് അവകാശമില്ല, വക്കഫിൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് IB പറഞ്ഞത്, നിങ്ങളെ ആരെയും ഒഴിപ്പിച്ചാൽ ഞാനപ്പോൾ രാജിവെക്കും. ഇയാൾ എന്താണ് ഈ പാർലമെൻറ്റിൽ പറയാൻ പോകുന്നത്? പാർലമെൻറ്റിൽ കഴിഞ്ഞ ദിവസം വക്കഫ് ഇഷ്യൂ വന്നപ്പോൾ ഹൈബി ഉടനെ ചാടി ഇറങ്ങിയിട്ട് മണിപ്പൂർ എന്ന് പറഞ്ഞു. വക്കഫിനെ കുറിച്ച് എന്ത് പറയും ഹൈബി? കേരളത്തിലെ 19 കോൺഗ്രസ് MPമാർ എന്ന് പറയും. ഈ സമരസമിതിയിൽ ഇരിക്കുന്ന പലരും ചോദിക്കുന്നുണ്ട് ഹൈബി എന്ത് എന്ന് പാർലമെൻറ്റിൽ പറയുമെന്ന്. മണിപ്പൂർ എന്ന് പറയും. വക്കഫ് എന്ന് ചോദിക്കുമ്പോൾ മണിപ്പൂർ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഏതായാലും UP പ്രതാപ് കോളേജ് എന്ന് പറഞ്ഞ ഒരു കോളേജിൻ്റെ വക്കഫ് ഭീഷണി അവസാനിച്ചു. ഇത് കേരളത്തിലെ വക്കഫിൻ്റെ ദുരിതം നേരിടുന്ന ആളുകൾ അറിയണം. പ്രത്യേകിച്ച് മുനമ്പത്തെ ആളുകൾ അറിയണം. അതിനുവേണ്ടിയാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ വാർത്താ മാധ്യമങ്ങളൊന്നും പറയും. ഇതിൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. 2018 സെൻട്രൽ വക്കഫ് ബോർഡ് നോട്ടീസ് കൊടുത്തത്. 95-ലാണ് നിയമം കൊണ്ടുവരുന്നത്. 95 നിയമപ്രകാരം ഇത് ഒരു ഖബറിനോട് ചേർന്നായതുകൊണ്ട്
കവറിന്റെ അപ്പുറവും അല്ലേ? അപ്പുറവും ഞങ്ങളുടെയാണെന്ന് പറഞ്ഞത്. ഇപ്പം നമ്മൾ ആലോചിക്കണം, നമ്മുടെ പ്രദേശത്തൊക്കെ എവിടെയൊക്കെ മുസ്ലിങ്ങളുടെ ഖബറുണ്ട്, അതിൻ്റെ മതിലിന് പുറത്തുള്ള പ്രോപ്പർട്ടിയൊക്കെ ആരുടെയാണ് എന്ന് ഒന്ന് ആലോചിച്ചാൽ മതി. വഖഫ് ബോർഡ് ഇപ്പോൾ നോട്ടീസ് കൊടുക്കുന്നില്ലായിരിക്കാം, എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ വരാം. കാരണം ഈ നിയമം ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ ആശങ്ക ഒഴിവാനുള്ള ഏക മാർഗം ഈ നിയമം ഭേദഗതി ചെയ്യുക മാത്രമല്ല, ഈ നിയമം എടുത്ത് നിയമം തന്നെ റദ്ദാക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചില പ്രതിഷേധങ്ങൾ, ചില പ്രതിരോധങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വലിയൊരു മാതൃകയാണ് അല്ലേ? മറ്റ് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കേരളത്തിൽ ഉൾപ്പെടെയുള്ളവർ ആവശ്യമായ രീതിയിൽ, അനുയോജ്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ ഈ വഖഫ് എന്ന് പറഞ്ഞാൽ വരുന്നവർ പേടിക്കും. ഉറപ്പല്ലേ? അതിനും ഇവിടെ നിങ്ങൾ യു പി എന്ന് പറഞ്ഞാൽ കളിയാക്കും യു പിയെ കുറിച്ച്. അതെ, പക്ഷെ അവിടെ ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് യു പിയിൽ അവർ നേടിയെന്നേ. യു പിയിൽ അവരുടെ കൈക്കരുത്തും ആൾക്കരുത്തും കാണിച്ചു. ഇവർ ചെയ്യുന്ന എന്താ, ഡൽഹിയിൽ വലിയ പ്രകടനം നടത്തിയല്ലോ, വഖഫ് സംരക്ഷണത്തിന് വേണ്ടി വഖഫ് നിയമം മാറ്റരുത്, ഭേദഗതി ചെയ്യുമെന്ന് പറഞ്ഞു. ഇവിടെ കേരളത്തിൽ ഏതെങ്കിലും ക്രൈസ്തവരല്ലേ ഇവിടെ ഈ പ്രശ്നം നേരിടുന്നത്? കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്ക്, എറണാകുളം അങ്കമാലി രൂപതയ്ക്ക്, അല്ലെങ്കിൽ ഇവിടുത്തെ കോട്ടപ്പുറം രൂപത അല്ലേ ഉണ്ടല്ലോ, ഇവർക്ക് ഇവിടെ ജനങ്ങളെ അണിനിരത്തി എറണാകുളത്ത് ഒരു പ്രകടനം നടത്താമോ? ഇപ്പോഴും ഈ രൂപതയിൽപ്പെട്ട ചിലരെങ്കിലും ഇതിനോട് വേണ്ട ഇല്ല, മനോബന്ധങ്ങളുടെ മാത്രം ഇവിടെ പിതാക്കന്മാരൊക്കെ വന്നിട്ട് ഐക്യദാർഢ്യം എന്ന് പറഞ്ഞൊരു കൈപൊക്കി കാണിച്ചൊരു പ്രസംഗം നടത്തിയിട്ട് പോകുന്നുണ്ട്. എന്തുകൊണ്ട് ഇതിനു വേണ്ടി എറണാകുളത്തെ ക്രൈസ്തവ സഭകൾ എറണാകുളം നഗരത്തെ സ്തംഭിപ്പിച്ചുകൊണ്ട് ഒരു വലിയ റാലി, ഒരു പ്രകടനം നടത്താമോ? ഒരൊറ്റ തവണ വഖഫ് ബോർഡിൻ്റെ ഓഫീസിലേക്ക് ഒരു മാർച്ച് വെക്കുക. എന്താ പറ്റാത്തത്? പള്ളിമുറ്റത്തിരുന്ന് സമരം ചെയ്യുന്നുണ്ട്, നല്ല കാര്യം. അതിന് ഇവർ പറയുന്നത് ഈ മുസ്ലിം ഭീകരവാദികളല്ല, ഫലത്തിൽ അങ്ങനെയാണെങ്കിൽ പോലും അത് ഞാൻ പിൻവലിച്ചു. മുസ്ലിം സംഘടനകൾ പറയുന്നത് ആ സമരം ചെയ്യുന്നത് പള്ളിമുറ്റത്താണോ? പള്ളിമുറ്റത്തിരുന്ന് സമരം ചെയ്യാവോ? എന്താ ഇപ്പോൾ പള്ളിമുറ്റത്ത് ചെയ്തുകൂടെ? പള്ളിമുറ്റത്ത് സമരം ചെയ്താൽ തെറ്റൊന്നുമില്ല. എന്നാൽ ഒരു ദിവസമെങ്കിലും മുനമ്പങ്കാരെ അണിനിരത്തി അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ആയിരക്കണക്കിന് സഭാവിശ്വാസികളുടെ പിന്തുണയുണ്ടെന്ന് കാണിച്ച്, അല്ലയോ ബഹുമാനപ്പെട്ട പിതാക്കന്മാരെ, നിങ്ങൾക്ക് ഈ വഖഫ് ബോർഡിൻ്റെ ആസ്ഥാനത്തേക്ക് ഒരു മാർച്ച് നടത്താൻ കഴിഞ്ഞോ? ഇല്ലല്ലോ. ഇനിയിപ്പോൾ എന്താ, നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കമ്മീഷൻ വരാൻ പോവുക. ഈ മുനമ്പത്തെ പാവപ്പെട്ടവരൊക്കെ എന്ത് ചെയ്യുക, അവരുടെ രേഖകളും എടുത്ത് ഇനി കമ്മീഷൻ്റെ മുന്നാലെ പോയി ഓച്ചാനിച്ച് നിൽക്കണം അല്ലേ? അതെ. അപ്പോൾ വല്ലാത്ത ഗതികേടിലേക്കാണ് നിങ്ങൾ ഇവരെ തള്ളിവിടുന്നത്. പക്ഷേ നോക്കൂ, നിങ്ങൾ യു പിയിലേക്ക് നോക്കൂ. അവിടെ ഒരു മുഖ്യമന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിക്ക് എന്ത് ചെയ്യണമെന്നറിയാം. മുഖ്യമന്ത്രി മാത്രം ചെയ്തിട്ടില്ല, അതിന് ജനകീയ പിന്തുണയാണ് അദ്ദേഹം. അത് നിശ്ചയമായി വിദ്യാർത്ഥികളെ രംഗത്തിറക്കി, വിദ്യാർത്ഥികൾ മുന്നോട്ട് വന്നു. വിദ്യാർത്ഥികൾ ഒറ്റ ദിവസം കൊണ്ട് വൺസ് എ വഖഫ് തീർന്നു, കഥ കഴിഞ്ഞു. അപ്പോൾ വഖഫിനിട്ട് പണി കൊടുക്കാൻ തീരുമാനിച്ചിറങ്ങിയാൽ പറ്റും. പക്ഷേ കേരളത്തിൽ ഇറങ്ങിയ പിണറായി വിജയൻ്റെ പോലീസിൽ ഇപ്പോൾ വെടിവെക്കുമെന്ന് അച്ഛന്മാർ പേടിക്കുന്നുണ്ടായിരിക്കും അല്ലേ? അതെ, വെടിയൊന്നും വെക്കത്തില്ല, ചിലപ്പോൾ അടി കിട്ടുമായിരിക്കും. അടി കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? പക്ഷേ മുനമ്പത്ത് കിടക്കുന്ന ആളുകൾ കടലിൽ ചാടി ആത്മഹത്യ ചെയ്യണമെന്ന് നിങ്ങൾ പറയരുത്. എനിക്ക് പറയാനുള്ളത്, മുനമ്പത്തെ ആളുകളെ നിങ്ങൾ ഉദയപ്രതാപ് കോളേജ് എങ്ങനെ വഖഫ് അല്ലാതായി മാറി? 500 ഏക്കറുണ്ട്, നിങ്ങൾക്ക് 400 ഏക്കറേ ഉള്ളൂ, അവർക്ക് 500 ഏക്കറാണ്. 500 ഏക്കർ അവർക്ക് പൂർണ്ണ അധികാരത്തിൽ തിരിച്ചു കിട്ടി. വഖഫ് കണ്ടം വഴി ഓടി. പറ്റും. യു പിയിൽ പറ്റുമെങ്കിൽ, ലക്നൌവിൽ പറ്റുമെങ്കിൽ ഇവിടെയും പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.